ഈ ഓണനാളുകളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഈന്തപ്പഴം പായസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു വെറൈറ്റിയുമാവും, നല്ല ടേസ്റ്റിയുമാണ്, വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. ഒന്ന് ട്രൈ ചെയ്താലോ? പായസം ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈന്തപ്പഴം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാതെ കിട്ടൂ. ഇനി ഇതൊരല്പസമയം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ എളുപ്പത്തിൽ അരച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ആദ്യം കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കുരു കളഞ്ഞ ഈന്തപ്പഴം തിളച്ച വെള്ളത്തിലിട്ടൊന്ന് 1/2 മണിക്കൂർ വയ്ക്കാം. വെള്ളം അതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അടുപ്പിൽ വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇതിങ്ങനെ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയും ചെയ്യാം. നല്ല മധുരമുള്ള ഈന്തപ്പഴമാണ്, അതുകൊണ്ട് ശർക്കര ചേർക്കേണ്ടി വരുമോ എന്ന് തന്നെ സംശയമാണ്. ഏതായാലും ഒരല്പം ശർക്കര ഉരുക്കി വെച്ചേക്കാം, റിസ്ക് എടുക്കണ്ട. ഒരു 1/4 കിലോ ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ചേർക്കേണ്ടി വന്നാൽ തന്നെ 1/4 കിലോ ഒന്നും ചേർക്കേണ്ടി വരില്ല. അല്പം ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഏത് ആവശ്യത്തിനും പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാമല്ലോ. ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടാറിയ ശേഷം അരിച്ചെടുക്കാം. ശർക്കരയിലെ കല്ലും മണ്ണും ഒക്കെ നീക്കം ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഈന്തപ്പഴത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഞാനൊരു വലിയ തേങ്ങ ചിരവി അതിൻ്റെ 2ാം പാലും 1ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 2ാം പാൽ ഏതാണ്ട് 2.5 ഗ്ലാസോളം ഉണ്ട്. 1ാം പാല് ഒരു 1/4 കപ്പ്. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ഉരുളി അടുപ്പിൽ വയ്ക്കാൻ. ശർക്കരയും ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ട്രഡീഷണൽ പായസങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസം വേണം എന്നുള്ളവർ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് വെള്ളമില്ലാതെ എടുക്കാം. അല്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം വെള്ളം കളഞ്ഞ് അരച്ചെടുക്കാം. നല്ലവണ്ണം ചൂടാറിയ ശേഷം വേണം അരച്ചെടുക്കാൻ. പഴം പ്രഥമൻ, ചക്ക പ്രഥമൻ ഇങ്ങനെയുള്ള പായസങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഈന്തപ്പഴം പായസവും ഇഷ്ടമാവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ചിലർക്ക് ഇതിനകത്ത് ചെറിയ കഷ്ണങ്ങൾ കടിക്കുന്നത് ഇഷ്ടമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ തരി പോലെ അരച്ചെടുത്താലും മതി. പക്ഷെ ഞാനിത് ഇതുപോലെ നല്ല പേസ്റ്റായിട്ടാണ് അരച്ചിരിക്കുന്നത്. കണ്ടാൽ നമ്മുടെ ചക്ക വരട്ടിയതൊക്കെ പോലെ ഇരിക്കും. ഇപ്പോഴും അല്പം ചൂടുണ്ട്. ഏതായാലും ഇത് നേരിട്ടിനി ഉരുളിയിലേക്ക് മാറ്റാം. അടുപ്പ് കത്തിച്ചിട്ടില്ല. ആദ്യം മിക്സിയിലുള്ള ഡേറ്റ്സ് അരച്ചതൊന്ന് ഇതിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡേറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് ഒരല്പം 2ാം പാല് കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കാം. അല്പം 2ാം പാൽ ഒഴിക്കുകയാണ്. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ശർക്കരയിലിട്ട് നല്ലപോലെ വരട്ടിയ ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാൽ ചേർക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ശർക്കര ചേർത്താൽ മതി. ഇപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഒരല്പം നെയ്യ് കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർക്കുന്നത്. ബാക്കി നെയ്യ് ഇനി തേങ്ങ കൊത്തും കാഷ്യൂനട്ടും ഒക്കെ വറക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ നെയ്യ് മാത്രം മതിയാവും. നല്ലവണ്ണം കുറുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ 2ാം പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് കുറുകി വരുന്ന ഒരു പായസമാണിതും. അതുകൊണ്ട് 2ാം പാല് കുറച്ച് ധാരാളമായിട്ട് കരുതിയിരിക്കണം. പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. ഈന്തപ്പഴം ഈ 2ാം പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ. അതിൻ്റെ ആ ഒരു പച്ച സ്വാദൊക്കെ ഒന്ന് മാറിക്കിട്ടണം. മധുരം നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. എന്നാലും ഒരു ശർക്കര പായസമല്ലേ, അല്പം ശർക്കര ചേർക്കാതെ എങ്ങനെയാണ്?
അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഒട്ടും മധുരം ചേർക്കാതെ തന്നെ ഈ പായസം ഉണ്ടാക്കാൻ സാധിക്കും. നല്ല ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ തേങ്ങ ചിരവിയത് കളഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കുറച്ചുകൂടി പാലെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം നമ്മൾ പായസമൊക്കെ റെഡിയാക്കാൻ. ഇപ്പം എല്ലാം കൂടെ നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. പായസം തിളച്ച് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുഖമൊക്കെ മാറ്റി പിടിക്കണം. നല്ലവണ്ണം തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്താൽ പിന്നെ ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ചൂടായി വരണം, അത്രേ വേണ്ടൂ. കണ്ടോ, ഇപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഏത് ശർക്കര പായസത്തിലും ചേർക്കുന്ന പോലെ ഒരല്പം ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഒക്കെ ചേർത്തോളൂ. അതൊക്കെ എത്ര വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ചുക്കൊക്കെ കുറച്ച് മുമ്പിട്ട് നിൽക്കുന്നതാണ് നല്ലത്, കാരണം ഈന്തപ്പഴത്തിന് നല്ല മധുരമാണല്ലോ. നമ്മുടെ പായസം റെഡി. ഇനി ഒരല്പം വറുത്തിടൽ മാത്രം. അതിന് ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പായസം ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. ഈ നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 100 ഗ്രാം കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. കിസ്മിസ് ഒന്ന് വീർത്തൊക്കെ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഒരല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്, തേങ്ങ വറുക്കുന്നതിന് വേണ്ടി. തേങ്ങയും ധാരാളമായിട്ട് തന്നെ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്തുണ്ടിത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇതുകൂടി നമ്മുടെ ഈന്തപ്പഴം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി പായസം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. എല്ലാവർക്കും തിരുവോണാശംസകൾ.